ചാപ്റ്റർ 6 ലീനിയർ ഇനിക്വാളിറ്റീസ്. അപ്പോൾ ലീനിയർ ഇനിക്വാളിറ്റീസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ എഴുതിയിരിക്കുന്ന 2 ലെസ് ദാൻ 5 ഇതൊരു ഇനിക്വാളിറ്റിയാണ്. ഈ ഇനിക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും ഞാൻ ഒരു നമ്പർ ആഡ് ചെയ്യണം. ഇപ്പോൾ 3 എന്ന് പറഞ്ഞ നമ്പർ ആഡ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ 3 ആഡ് ചെയ്യുമ്പോൾ 2 + 3 5 ആവും. റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ 8 ആവും. ദെൻ 5 ലെസ് ദാൻ 8 തന്നെയാണ്. അതായത് ഇവിടുന്ന് മനസ്സിലാവുന്നത് ഒരു ഇനിക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും നമ്മളൊരു നമ്പർ ആഡ് ചെയ്താൽ, ഏത് നമ്പർ ആയിക്കൊള്ളട്ടെ, രണ്ട് സൈഡിലും ഒരേ നമ്പർ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഇനിക്വാളിറ്റിക്ക് അകത്ത് യാതൊരു ചേഞ്ചും ഉണ്ട്. ഒരു ഇനിക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും ഒരേ നമ്പർ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഇനിക്വാളിറ്റിക്ക് അകത്ത് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. ആഡ് ചെയ്താൽ മാത്രമല്ല, ഇതുപോലെ സബ്ട്രാക്ട് ചെയ്താലും, ഒരേ നമ്പർ രണ്ട് സൈഡിലും സബ്ട്രാക്ട് ചെയ്താലും അവിടെ ഇനിക്വാളിറ്റിക്ക് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ 5 ലെസ് ദാൻ 8 എന്ന ഇനിക്വാളിറ്റി ഞാൻ ഈ രണ്ട് സൈഡിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 4 × 5 20 എന്നാവും. ഇവിടെ 4 × 8 32 ആവും. 20 ലെസ് ദാൻ 32 തന്നെയാണ്. അപ്പോൾ എന്താ കണ്ടത്? 4 എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇനിക്വാളിറ്റിക്ക് യാതൊരു ചേഞ്ചും ഉണ്ടായില്ല എന്ന് കണ്ടു. എന്നാൽ ഈ 2 ലെസ് ദാൻ 5 എന്ന ഇനിക്വാളിറ്റി എടുക്കുന്നു. അതിൻ്റെ രണ്ട് സൈഡിലും -3 കൊണ്ട് മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ -3. -3 കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുക. -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ -6 എന്നാവും. ഇവിടെ -15 എന്നാവും. -6ഉം -15 നോക്കുമ്പോൾ -6 ആണ് വലുത്. അപ്പോൾ -6 ഗ്രേറ്റർ ദാൻ -50. അപ്പോൾ 2 ലെസ് ദാൻ 5 എന്ന ഇനിക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ സംഭവിച്ചത് ഇനിക്വാളിറ്റി തിരിഞ്ഞു, റിവേഴ്സ്ഡായി. ലെസ് ദാൻ എന്നുള്ളത് തിരിച്ച് റിവേഴ്സ്ഡ് ആയി ഗ്രേറ്റർ ദാൻ ആയി മാറി. അതായത് ഇവിടെ നമുക്ക് ഈ രണ്ട് എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒരു ഇനിക്വാളിറ്റിയുടെ രണ്ട് സൈഡും നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ യാതൊരു ചേഞ്ചും വന്നില്ല. എന്നാൽ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇനിക്വാളിറ്റി റിവേഴ്സായി. അതായത് ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ടാണ് ഒരു ഇനിക്വാളിറ്റിയുടെ രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഇനിക്വാളിറ്റിക്ക് ഒരു ചേഞ്ചും വരില്ല. ലെസ് ദാൻ ആണെങ്കിൽ ലെസ് ദാൻ ആയി തന്നെ നിൽക്കും, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയി തന്നെ നിൽക്കും. എന്നാൽ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഇനിക്വാളിറ്റിക്ക് റിവേഴ്സ്ഡ് ആവും. ലെസ് ദാൻ മാറി ഗ്രേറ്റർ ദാൻ ആവും, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ അത് മാറി ലെസ് ദാൻ ആവും. ഇത് തന്നെയാണ് ഡിവൈഡ് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. ഇനിക്വാളിറ്റിയുടെ രണ്ട് വശത്തും പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ചേഞ്ച് ഉണ്ടാവില്ല, നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇനിക്വാളിറ്റി റിവേഴ്സ്ഡ് ആവും. അപ്പോൾ ഒരു ഇനിക്വാളിറ്റിയുടെ ഇരുവശങ്ങളിലും പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ ഇനിക്വാളിറ്റി മാറില്ല. എന്നാൽ നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ ഇനിക്വാളിറ്റി റിവേഴ്സ്ഡ് ആവും. പക്ഷേ ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് പ്രശ്നമല്ല. ഏത് നമ്പർ ആഡ് ചെയ്താലും, സെയിം നമ്പറാണ് രണ്ട് സൈഡിൽ ആഡ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ സെയിം നമ്പറാണ് രണ്ട് സൈഡിൽ മൈനസ് ചെയ്യുന്നതെങ്കിൽ ഇനിക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സമയത്താണ് നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനിക്വാളിറ്റി റിവേഴ്സ്ഡ് ആവുന്നത്. ഇനി ഈ 2 ലെസ് ദാൻ 5 എന്ന ഇനിക്വാളിറ്റിയുടെ റെസിപ്രോക്കൽ എടുത്ത് നോക്കിയാൽ 2ന്റെ റെസിപ്രോക്കൽ 1/2ഉം 5ന്റെ റെസിപ്രോക്കൽ 1/5 ആണ്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താ പറ്റിയ? 1/2 ആണ് ലാർജ്. അപ്പോൾ 2 ലെസ് ദാൻ 5 എന്നുള്ളത് റിവേഴ്സ്ഡ് ആയിട്ട് 1/2 ഗ്രേറ്റർ ദാൻ 1/5 എന്ന് ആയി. അതായത് റെസിപ്രോക്കൽ എടുക്കുമ്പോഴും ഇനിക്വാളിറ്റി റിവേഴ്സ് ചെയ്യപ്പെടും. അപ്പോൾ റിവേഴ്സ് ചെയ്യപ്പെടുന്ന രണ്ട് സന്ദർഭങ്ങൾ നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ, ഇനിക്വാളിറ്റിയുടെ രണ്ട് വശങ്ങളിലും സെയിം നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ നടത്തിയാൽ ഇനിക്വാളിറ്റി റിവേഴ്സ്ഡ് ആവും. അതുപോലെ തന്നെ റെസിപ്രോക്കൽ എടുത്താലും ഇനിക്വാളിറ്റി റിവേഴ്സ്ഡ് ആവും. ഇനി നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് പോലെ ഇനിക്വാളിറ്റീസ്, ലീനിയർ ഇനിക്വാളിറ്റീസ്, ലീനിയർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 1 എന്നാണ്. ഡിഗ്രി 1 ഉള്ള ഇനിക്വാളിറ്റീസിനെയാണ് നമ്മൾ ലീനിയർ ഇനിക്വാളിറ്റീസ് എന്ന് പറയുക. ഇപ്പോൾ ലീനിയർ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി 1 ഉള്ള ഇക്വേഷൻസ്. ഇനി ലീനിയർ ഇനിക്വാളിറ്റീസ് പലതരത്തിലാകാം. ഒരു വേരിയബിൾ മാത്രമാകാം, 2 വേരിയബിൾ ആകാം, 3 വേരിയബിൾ ആകാം, എത്ര വേരിയബിൾ വേണമെങ്കിലും ആകാം. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീനിയർ ഇനിക്വാളിറ്റീസ് ഇൻ 1 വേരിയബിൾ ആണ്. ഒരു വേരിയബിൾ മാത്രമുള്ള ലീനിയർ ഇനിക്വാളിറ്റീസ് ആണ്. ഒരു വേരിയബിൾ മീൻസ് x മാത്രമേ ഉണ്ടാവുള്ളൂ. ലീനിയർ ആണ്, ദാറ്റ് മീൻസ് ഡിഗ്രി 1 ആണ്. അപ്പോൾ ഇനിക്വാളിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ 2x + 5 = 17 ഇതൊരു ഇക്വേഷനാണ്. സോൾവ് ചെയ്യാൻ നമുക്കറിയാം. നമ്മൾ 5 കഴിഞ്ഞാൽ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് 2x = 17 - 5 എന്ന് എഴുതും. അപ്പോൾ അതേപോലെ ഇനിക്വാളിറ്റിയിൽ എഴുതാൻ പറ്റുമോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതിന് മുമ്പായിട്ട്
ഈ എങ്ങനെയാണ് ഈ 2x + 5 = 17 എന്ന് നമ്മൾ 2x = 17 - 5 എന്ന് എഴുതിയത്? ആക്ച്വലി അവിടെ ചെയ്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഇക്വേഷനാണ്. ഇക്വേഷൻ്റെ രണ്ട് വശങ്ങളിലും ഒരേ നമ്പർ മൈനസ് ചെയ്യാം അല്ലെങ്കിൽ പ്ലസ് ചെയ്യാം. ഇതാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇപ്പോൾ 2x + 5 = 17 ഞാൻ ലെഫ്റ്റ് സൈഡിൽ 5 മൈനസ് ചെയ്തു, അപ്പോൾ റൈറ്റ് സൈഡിലും 5 മൈനസ് ചെയ്യണം. അപ്പോൾ 2x + 5 അവിടെ 5 മൈനസ് ചെയ്തപ്പോൾ 2x + 5 - 5 എന്നായി = 17 - 5. ഈ 5 - 5 ക്യാൻസലായി പോകുന്നു. അപ്പോഴാണ് 2x = 17 - 5 എന്ന് ആയത്. അങ്ങനെ 2x = 12 എന്ന് കിട്ടി. ഈ സ്ഥാനത്ത്, ഈ ഇക്വേഷൻ്റെ സ്ഥാനത്ത് ഒരു ഇനിക്വാളിറ്റി ആയിരുന്നെങ്കിലോ? ഇനിക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു ഇനിക്വാളിറ്റിയുടെ രണ്ട് വശവും ഒരേ നമ്പർ മൈനസ് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2x + 5 > 17, എനിക്ക് 5 ലെഫ്റ്റ് സൈഡിൽ മൈനസ് ചെയ്യാം, റൈറ്റ് സൈഡിലും മൈനസ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2x + 5 - 5 > 17 - 5 എന്ന് കിട്ടും. ആ 5 - 5 ക്യാൻസലായി പോയാൽ 2x > 17 - 5 എന്ന് കിട്ടും. അതായത് ഇക്വേഷനിൽ കിട്ടുന്ന ചെയ്ത അതേ കാര്യം ഇനിക്വാളിറ്റിയിലും ചെയ്യാം എന്നാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ നമ്മൾ പക്ഷേ എഴുതുമ്പോൾ ഇങ്ങനെ ഈ ഇടയ്ക്കുള്ള സ്റ്റെപ്പ് എഴുതില്ല. 2x + 5 > 17 കഴിഞ്ഞ് ഈ റൗണ്ട് കാണിച്ചിരിക്കുന്ന സ്റ്റെപ്പല്ലേ, നമ്മളത് സാധാരണ എഴുതാറില്ല. ഇക്വേഷനിൽ നമ്മൾ സാധാരണ അങ്ങനെ എഴുതാറില്ലല്ലോ. ഇക്വേഷനിൽ നമ്മളിങ്ങനെ ഈ രണ്ട് സൈഡിലും 5 കുറച്ചെഴുതി കാണിക്കാറില്ലല്ലോ. പകരം 5നെ ഇപ്പുറത്തോട്ട് മാറ്റി 17 - 5 എന്ന് എഴുതുകയല്ലേ ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇനിക്വാളിറ്റിയിലും ചെയ്യേണ്ടത്. ഈ ഇടയ്ക്കുള്ള സ്റ്റെപ്പ് ഏത് സ്റ്റെപ്പാണ്? ഈ 2x + 5 - 5 > 17 - 5 എന്ന സ്റ്റെപ്പ് എഴുതേണ്ടതില്ല. ഈ 5 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. 2x > 17 - 5 2x > 12 എന്ന് എഴുതാം. അതായത് ഇക്വേഷനിൽ എന്താണോ ചെയ്യുന്നത് അത് ഇനിക്വാളിറ്റിയിലും ചെയ്യാമെന്നാണ് കണ്ടത്. എന്നാൽ മറ്റൊരു എക്സാമ്പിൾ കണ്ടു നോക്കാം. 4x = 20. നമ്മളിവിടെ നിന്ന് x = 20/4 എന്ന് എഴുതാറുണ്ട്. എങ്ങനെ എഴുതുന്നത്? ആക്ച്വലി നമ്മളിവിടെ ചെയ്യുന്നത് ഇതൊരു ഇക്വേഷനാണ്. ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 4x/4. ലെഫ്റ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്താൽ റൈറ്റ് സൈഡിലും ഡിവൈഡ് ചെയ്യണം. 20/4. 4x/4 = 20/4. 4 ക്യാൻസലായി പോകുന്നു. അങ്ങനെയാണ് x = 20/4 എന്ന് കിട്ടിയത്, അല്ലെങ്കിൽ x = 5 എന്ന് കിട്ടിയത്. അപ്പോൾ ഈ ഒരു കാര്യം ഉണ്ടായി. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയതെന്ന് പറഞ്ഞ് നമ്മൾ ഈ ബോക്സിൽ കാണിച്ചിരിക്കുന്ന സ്റ്റെപ്പ് സാധാരണ എഴുതില്ല. ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ 4 ഡിവൈഡ് ചെയ്തു, റൈറ്റ് സൈഡിൽ 4 ഡിവൈഡ് ചെയ്തു, 4ഉം 4ഉം ക്യാൻസൽ ചെയ്തു, അപ്പോഴാണ് 20/4 കിട്ടിയത്. പക്ഷെ അത് സാധാരണ എഴുതാറില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതുകയോ ചെയ്യുള്ളൂ. x = 20/4 എന്ന് എഴുതുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷനിൽ ചെയ്ത ഈ കാര്യം ഇനിക്വാളിറ്റിയിൽ ചെയ്യാമോ? അതാണ് പരിശോധിക്കുന്നത്. 4x > 20 ഇനിക്വാളിറ്റിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇനിക്വാളിറ്റി മാറില്ല എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 4 ഡിവൈഡ് ചെയ്തു, റൈറ്റ് സൈഡിലും 4 ഡിവൈഡ് ചെയ്തു. അപ്പോൾ 4x/4 > 20/4. 4 ക്യാൻസൽ ചെയ്താൽ x > 20/4. ആ ഇനിക്വാളിറ്റിയിൽ സംഭവിച്ച അതേ കാര്യം, ഇക്വേഷനിൽ സംഭവിച്ച അതേ കാര്യം ഇനിക്വാളിറ്റിയിലും സംഭവിച്ചിരിക്കുന്നു. ഡിവൈഡ് ചെയ്യാം. നമ്മൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ സാധാരണ എഴുതൂല്ല. 4x > 20 എന്നാണെങ്കിൽ ഈ 4 ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്തിട്ട് x > 20/4 എന്ന് എഴുതുകയുള്ളൂ. ഇക്വേഷനിൽ നമ്മൾ അങ്ങനെ ചെയ്യുക. 4x = 20 ആണെങ്കിൽ x = 20/4. അതുപോലെ തന്നെ ഇനിക്വാളിറ്റിയിലും നമുക്ക് ചെയ്യാം. അത് പോസിറ്റീവ് നമ്പറാണ് 4 എന്നുള്ളത് ഓർക്കുക. എന്നാൽ ഈ സ്ഥാനത്ത് ഒരു നെഗറ്റീവ് നമ്പറാണ് വരുന്നതെങ്കിലോ, -4x > 20 എന്നാണ് വരുന്നതെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? -4 കൊണ്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഡിവൈഡ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു, നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇനിക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. -4 കൊണ്ട് ലെഫ്റ്റ് സൈഡ് ഡിവൈഡ് ചെയ്തു, -4 കൊണ്ട് റൈറ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നെഗറ്റീവ് നമ്പറാണ് ഡിവൈഡ് ചെയ്തെന്നുള്ളത് കൊണ്ട് ഇനിക്വാളിറ്റി ലെസ് ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ആവും. അപ്പോൾ നമുക്ക് -4x/-4 ഗ്രേറ്റർ ദാൻ 20/-4 എന്ന് കിട്ടി. -4 ക്യാൻസൽ ചെയ്താൽ x ഗ്രേറ്റർ ദാൻ 20/-4. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെയും നമുക്ക് ഈ റൗണ്ടിൽ കാണിച്ചിരിക്കുന്ന, ഈ ബോക്സിൽ കാണിച്ചിരിക്കുന്ന സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷെ ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ -4 നെഗറ്റീവ് നമ്പറാണ്. അത് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റി റിവേഴ്സ് ആവണം. അതാണ് ആ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. അവിടെ മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പോസിറ്റീവ് നമ്പർ ഡിവൈഡ് ചെയ്യുന്നിടത്തൊന്നും ചിന്തിക്കേണ്ടതില്ല. ആഡ് ചെയ്യുന്നിടത്തും സബ്ട്രാക്ട് ചെയ്യുന്നിടത്തും ഒന്നും ഒരു മാറ്റമില്ല. പക്ഷെ ഇപ്പോൾ ഈ ഡിവൈഡ് ചെയ്തത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് റിവേഴ്സ്ഡ് ആവും. അപ്പോൾ -4x > 20 എന്നുള്ളത് ഇത് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x ഗ്രേറ്റർ ദാൻ 20/-4 എന്നാവും. ദാറ്റ് മീൻസ് x ഗ്രേറ്റർ ദാൻ -5 എന്നാവും. ഈ ഒരു പോയിന്റാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇക്വേഷൻ ആയിരുന്നെങ്കിൽ -4x = 20,
എക്സ് ഇസ് ഈക്വൽ ടു 20 - 4 എന്ന് എഴുതും. പക്ഷേ ഇനിക്വാളിറ്റി വന്നപ്പോൾ അങ്ങനെ എക്സ് എഴുതിയപ്പോൾ ഇനിക്വാളിറ്റിയെ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 20/-4 എന്ന് മാറുന്നു. അതുപോലെ തന്നെയാണ് ഇത് രണ്ടും നോക്കുക. x/4 <3. ഇവിടെ എന്താ ചെയ്യുക? ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ 4 മൾട്ടിപ്ലൈ ചെയ്തു, റൈറ്റ് സൈഡിൽ 4 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ x/4 × 4 <3 × 4 എന്നായി. ഈ 4 4 ക്യാൻസൽ ചെയ്താൽ x <3 × 4, ദാറ്റ് മീൻസ് x <12. പക്ഷേ ഈ സ്റ്റെപ്പ് കാണിക്കേണ്ടതില്ല, പകരം ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. x <4 × 3 എന്ന് കിട്ടും, x <12 കിട്ടും. എന്നാൽ x/4ന്റെ സ്ഥാനത്ത് x/-4 എന്നായാലോ, x/-4 <3 എന്നായാലോ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ -4 മൾട്ടിപ്ലൈ ചെയ്യും, റൈറ്റ് സൈഡിൽ -4 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ -4 -4 ക്യാൻസൽ ചെയ്യുന്നു. പക്ഷെ എന്ത് സംഭവിക്കും? രണ്ട് സൈഡിലും നെഗറ്റീവ് നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്തതെന്നുള്ളത് കൊണ്ട് ലെസ് ദാൻ എന്ന ഇനിക്വാളിറ്റി ഗ്രേറ്റർ ദാൻ എന്നാവും. -4 ക്യാൻസൽ ചെയ്താൽ എക്സ് ആവും, എക്സ് ഗ്രേറ്റർ ദാൻ 3 × -4. അവിടെയും ഈ റൗണ്ട് ചെയ്ത് കാണിച്ചിരിക്കുന്ന ആ സ്റ്റെപ്പ് എഴുതേണ്ടതില്ല, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 3 × -4, പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നെഗറ്റീവ് നമ്പറാണ് എന്നുള്ളത് കൊണ്ട് ഇനിക്വാളിറ്റി റിവേഴ്സ് ആക്കണം. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 3 × -4 എന്ന് മാറും. ഈ ഒറ്റ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്, ഈ കാര്യമാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ നടത്തിയാൽ ഇനിക്വാളിറ്റി റിവേഴ്സ്ഡ് ആവും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ലീനിയർ ഇനിക്വാളിറ്റീസ് ഇൻ വൺ വേരിയബിൾ എങ്ങനെ സോൾവ് ചെയ്യാം? അപ്പോൾ നമ്മൾ കണ്ടു, ഇക്വേഷനിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോസസ്സുകളും നമുക്ക് ഇനിക്വാളിറ്റിയിലും ചെയ്യാൻ കഴിയും എന്ന് കണ്ടു. അതാണ് ഇപ്പോൾ ഈ എക്സാമ്പിളുകളിലൂടെ നമ്മൾ കണ്ടത്. ഒരു കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നെഗറ്റീവ് നമ്പർ കൊണ്ട് ഇനിക്വാളിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ ഇനിക്വാളിറ്റി റിവേഴ്സ് ഓർഡറിലാവും. ഗ്രേറ്റർ ദാൻ എന്നുള്ളത് ലെസ് ദാൻ ആയി മാറും, ലെസ് ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ആയി മാറും. ബാക്കി ഒരു കാര്യത്തിൽ പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്താലും ഏതെങ്കിലും ഒരു നമ്പർ ആഡിഷനോ സബ്ട്രാക്ഷനോ നടത്തിയാലും ഒന്നും ഇനിക്വാളിറ്റിക്ക് യാതൊരു ചേഞ്ചും വരില്ല. അതുകൊണ്ട് ഇക്വേഷനിൽ നമ്മൾ ചെയ്ത എല്ലാ പ്രോസസ്സുകളും ഇനിക്വാളിറ്റിയിലും ചെയ്യാം. നെഗറ്റീവ് നമ്പർ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ വരുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. 3x - 7 < 5x - 1. സാധാരണ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ആ എക്സ് വേരിയബിൾ ഉള്ള ടേംസ് എല്ലാം ഒരു സൈഡിലും വേരിയബിൾ ഇല്ലാത്ത ടേംസ് എല്ലാം മറു സൈഡിലേക്കും പോവുക. അത് തന്നെ ഇവിടെ ചെയ്യുന്നത് 5xനെ ഇപ്പുറത്തോട്ട് മാറ്റുക. അപ്പോൾ -5x ആവും, -7നെ അപ്പുറത്തോട്ട് മാറ്റുക, +1 ആവും. അപ്പോൾ 3x - 7 < 5x - 1. ഇതിപ്പുറം വരുമ്പോൾ 3x - 5x ഇത് അപ്പുറം പോകുന്നു -1 + 7. 3x - 5 -2x ആണ്. -2x < 6. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ -2നെ ഡിവൈഡ് ചെയ്യാൻ പോവുക. പക്ഷേ ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളാം, നെഗറ്റീവ് നമ്പറാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഇനിക്വാളിറ്റിയെ റിവേഴ്സ് ആക്കണം. അപ്പോൾ എക്സ് ലെസ് ദാൻ മാറി ഗ്രേറ്റർ ദാൻ ആവും. ഗ്രേറ്റർ ദാൻ 6/-2, ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ -3. ഇനി ഈ സൊല്യൂഷനെ നമുക്കൊരു നമ്പർ ലൈനിൽ എഴുതാം. ഇവിടെ ലീനിയർ ഒരു വേരിയബിൾ മാത്രമുള്ള ലീനിയർ ഇനിക്വാളിറ്റി, ഒറ്റ വേരിയബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിനെ നമ്പർ ലൈനിലാണ് കാണിക്കുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ -3, -3യേക്കാൾ വലുതാണ്. -3യേക്കാൾ വലുതാണെന്ന് പറഞ്ഞാൽ -3യുടെ റൈറ്റ് സൈഡിലാണ്. അതുകൊണ്ടാണ് -3 നമ്പർ ലൈൻ വരച്ചിട്ട് -3യുടെ റൈറ്റ് സൈഡ് അല്പം ഡാർക്കായിട്ട് അല്പം കൂട്ടി വരയ്ക്കുന്നത്. ആ ഭാഗമാണ് സൊല്യൂഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഗ്രേറ്റർ ദാൻ -3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3 എന്നല്ല. അതായത് -3 ഇല്ല, -3യേക്കാൾ വലുത് മാത്രമേ ഉള്ളൂ. -3 ഇല്ല എന്ന് കാണിക്കാനാണ് -3യുടെ അവിടെ ഒരു ഹോള് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നായിരുന്നെങ്കിൽ -3 ഉൾപ്പെടുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഹോൾ കാണിക്കേണ്ടതില്ലായിരുന്നു. അപ്പോൾ -3യുടെ റൈറ്റ് സൈഡിലേക്കുള്ള ഭാഗം കട്ടികൂട്ടി വരച്ചിരിക്കുന്നു. അതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, solve 2x - 1/3 greater than or equal to 3x - 2/4 minus of 2 - x/5. ഇവിടെ സിംപ്ലിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഫ്രാക്ഷൻസ് ഉണ്ട്. ഫ്രാക്ഷൻസ് വന്നാൽ, ഇക്വേഷൻ ആയാലും ഇനിക്വാളിറ്റി ആയാലും ഫ്രാക്ഷൻ വന്നാൽ ഫ്രാക്ഷൻ ഒഴിവാക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഫ്രാക്ഷൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററുകൾ എടുക്കുക, ഡിനോമിനേറ്ററുകളുടെ LCM കണ്ടുപിടിക്കുക. ഇവിടെ ഡിനോമിനേറ്ററുകൾ 3ഉം 4ഉം 5ഉം ആണ്. 3ഉം 4ഉം 5ഉം കോമൺ ഫാക്ടറുകളൊന്നും ഇല്ലാത്ത നമ്പേഴ്സാണ്. അതുകൊണ്ട് LCM കിട്ടാൻ അത് 3 മടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 4 × 5 60 ആണ് ആ നമ്പേഴ്സിൻ്റെ LCM. ഡിനോമിനേറ്റേഴ്സിലെ നമ്പറുകളുടെ LCM ആണ് നമ്മൾ കണ്ടുപിടിച്ചത് 60. ഇനി ഒരു ഇക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പഠിച്ചിട്ടുണ്ട്.
അങ്ങനെ ചെയ്യാം. രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യണം, എല്ലാ ടേമുകളെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ 60 കൊണ്ട് ഡിനോമിനേറ്ററുകളുടെ LCM ആണ് 60, ആ 60 കൊണ്ട് എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാവും? 60 × 2x - 1/3 greater than or equal to 60 × 3x - 2/4 minus 60 × 2 - x/5. ആ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ 3 60 ആയിട്ട് ക്യാൻസൽ ചെയ്തിട്ട് 20 എന്ന് വരും. 20 × 2x - 1 greater than or equal to, ഇവിടെ 4 60 ക്യാൻസൽ ചെയ്ത് 15 എന്ന് വരും. 15 × 3x - 2 മൈനസ് ഇവിടെ 5 60 ആയിട്ട് ക്യാൻസൽ ചെയ്ത് 12 വരും. 12 × 2 - 6. അപ്പോൾ ഈ ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കണ്ടിട്ട് LCM കൊണ്ട് ആ ഇനിക്വാളിറ്റിയിലെ എല്ലാ ടേമുകളെയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായ ഗുണം ഫ്രാക്ഷൻ ഇല്ലാതായി എന്നുള്ളതാണ്. അപ്പോൾ അത് ഓർത്തിരുന്നോളൂ. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരുന്നത് ഒരു ഇക്വേഷനിലോ അല്ലെങ്കിൽ ഒരു ഇനിക്വാളിറ്റിയിലോ ഫ്രാക്ഷൻസ് ഉണ്ടെങ്കിൽ ഫ്രാക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു മാർഗം എന്ന് പറയുന്നത് ഡിനോമിനേറ്ററുകളുടെ LCM കാണുക, ആ LCM കൊണ്ട് എല്ലാ ടേമുകളെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം. 20 × 2x 40x, 20 × -1 it is -20, greater than or equal to 15 × 3x 45x, 15 × -2 it is -30, -12 × 2 it is -24, -12 × -x it is +12x. ലെഫ്റ്റ് സൈഡ് തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ, 40x - 20x. റൈറ്റ് സൈഡിൽ ഒരേപോലുള്ള ടേംസ് ആഡ് ചെയ്യാം. 45xും +12x രണ്ടും ഒരുമിച്ചെടുത്തു. -30 -24. ലെഫ്റ്റ് സൈഡ് വീണ്ടും അതുപോലെ തന്നെ എഴുതി 40x - 20 greater than or equal to ഈ 45x + 12x ആകുമ്പോൾ 57x എന്നാവും. -30 -24 ആവും, -54 എന്നാവും. എക്സ് ടേമുകളെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. ഇത് ഇപ്പുറം വരികയാണ്, എക്സ് ഇല്ലാത്ത ടേമെല്ലാം മറു സൈഡിലേക്ക്. ഇപ്പോൾ 57x ഇപ്പുറം വരുമ്പോൾ -57x ആവും, -20 അപ്പുറത്ത് പോകുമ്പോൾ +20 ആവും. അപ്പോൾ എങ്ങനെ വരും? 40x - 57x greater than or equal to -54 +20. 40x - 57x ആവും, -17x എന്ന് വരും. greater than or equal to ഇവിടെ -54 +20 അത് -34 എന്നാവും. അപ്പോൾ -17x greater than or equal to -34 എന്നാവും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് -17 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ ആണ് ശ്രദ്ധിക്കേണ്ടത്, നെഗറ്റീവ് നമ്പറാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനിക്വാളിറ്റി റിവേഴ്സ് ആവണം. greater than or equal to മാറി less than or equal to ആകും. അപ്പോൾ x less than or equal to -34/-17. ഡിവിഷൻ ചെയ്തത് നെഗറ്റീവ് നമ്പർ ഉപയോഗിച്ചായതുകൊണ്ടാണ് ഇനിക്വാളിറ്റി റിവേഴ്സ് ആയത്. ദാറ്റ് ഈസ് x less than or equal to 2. less than or equal to 2. അപ്പോൾ 2 മുതൽ 2-നേക്കാൾ ലെസ് ഉള്ള വാല്യൂസുമാണ്. അപ്പോൾ 2-ൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ ഒരു നമ്പർ ലൈൻ വരച്ചിട്ട് 2-ൻ്റെ ലെഫ്റ്റ് സൈഡ് ഡാർക്കായിട്ട് കാണിക്കണം. ഇവിടെ 2ഉം കൂടി ഉൾപ്പെടുന്നുണ്ട്, അതുകൊണ്ട് അവിടെ നേരത്തെ വരച്ച പോലെ ഹോള് വരയ്ക്കേണ്ടതില്ല. അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് 3x - 4/2 greater than x + 1/4 - 1. അത് സിംപ്ലിഫൈ ചെയ്യാൻ ലെഫ്റ്റ് സൈഡ് അതുപോലെ എഴുതി, റൈറ്റ് സൈഡ് ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക? 4 LCM 4x + 1 -4/4 എന്നാവും. അപ്പോൾ 3x - 4/2 greater than x - 3/4 എന്നാവും. നോ 2-ൻ്റെയും 4-ൻ്റെയും LCM കാണുന്നു, 4 കിട്ടുന്നു. 4 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 4 × 3x - 4/2 greater than 4 × x - 3/4. ഇവിടെ 2ഉം 4 ആയിട്ട് ക്യാൻസൽ ചെയ്ത് 2 കിട്ടും. 2 × 3x - 4 greater than 4 ക്യാൻസൽ ചെയ്തിട്ട് x - 3 കിട്ടും. 2 × 3x 6x, 2 × -4 -8 greater than x - 3. ഈ x ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക, -8 റൈറ്റ് സൈഡിൽ പോവുക. അപ്പോൾ 6x - 5x greater than -3 + 8. 6x - 5x 5x ആണ്. 5x greater than -3 + 8 5 ആണ്. 5x greater than 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പോസിറ്റീവ് നമ്പർ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇനിക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നും വരില്ല. x greater than 5/5, ദാറ്റ് ഈസ് x greater than 1. greater than 1 ആണ്. 1 മുതൽ റൈറ്റ് സൈഡിലേക്കാണ്, 1 ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ 1-ൻ്റെ ഇവിടെ ഒരു ഹോൾ കാണിക്കുന്നു. 1 greater than 1 ആയതുകൊണ്ട് 1-ൻ്റെ റൈറ്റ് സൈഡ് ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. ഒരെണ്ണം കൂടി, സോൾവ് 1 less than or equal to 2x + 3/5 less than or equal to 4. ഇവിടെ ഫ്രാക്ഷൻ ഉണ്ട്. ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി 5 ഡിനോമിനേറ്റർ 5 ആണ്. 5 കൊണ്ട് എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 5 less than or equal to ഇവിടെ 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ക്യാൻസൽ ചെയ്തിട്ട് 2x + 3 less than or equal to ഇവിടെ 4 × 5 20 എന്നാവും. നൗ ഒരു
ഇനിക്വാളിറ്റി നേരത്തെ പോലെ ലെഫ്റ്റ് റൈറ്റ് രണ്ടെണ്ണം അല്ല 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇവിടെ 2x+3 ആണല്ലോ, നമ്മൾ അവിടെ എക്സ് കൊണ്ടുവരിക എന്നുള്ളത് ചെയ്യേണ്ടത്. എക്സ് കൊണ്ടുവരണമെങ്കിൽ 3 മൈനസ് ആകണം. അപ്പോൾ മൈനസ് ചെയ്യണം, ഇവിടെ മാത്രം ചെയ്യാൻ പറ്റില്ല, എല്ലായിടത്തും ചെയ്യണം. അപ്പോൾ 3 സബ്ട്രാക്ട് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ 5 - 3 ≤ ഇവിടെ 3 മൈനസ് ചെയ്യുമ്പോൾ 2x ഇതാവും, ≤ 20 - 3. That is 5 - 3 2 ≤ 2x ≤ 17. നമുക്ക് x ആണ് ആവശ്യം, അവിടെ 2x ആണ് ഉള്ളത്. അപ്പോൾ 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്യുന്ന പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ 2/2 ≤ 2x/2 ≤ 17/2 എന്നായി. 2/2 1 ആണ്. 1 ≤ x, 2 ക്യാൻസൽ ആയിട്ട് x എന്നാവും, ≤ 8.5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1നും 8.5നും ഇടയ്ക്കാണ്. അപ്പോൾ 1 മുതൽ തുടങ്ങി 8.5 വരെ ഉള്ള ഭാഗം ഷെയ്ഡ് ഡാർക്കായിട്ട് വരച്ച് കാണിക്കണം. 1 8.5 ഉൾപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് അവിടെ ഹോൾ ഒന്നും കാണിക്കേണ്ടതില്ല. 1 മുതൽ 8.5 വരെയുള്ള ഭാഗം ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇതേ രീതിയിൽ ഈ 2 ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യണം. ഈ ലീനിയർ ഇനിക്വാളിറ്റീസ് ഇൻ 1 വേരിയബിൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഈസിയായി മാർക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, താങ്ക്സ്.